അനുദിന വിശുദ്ധർ സെപ്റ്റംബർ 2 വിശുദ്ധ അഗ്രിക്കോളസ്. മാഗ്നസ് എന്ന റോമൻ സെനറ്ററുടെ മകനായിരുന്നു വിശുദ്ധ അഗ്രിക്കോളസ്. 14-ാമത്തെ വയസ്സിൽ വിശുദ്ധ അഗ്രിക്കോളസ് സന്യാസാശ്രമത്തിൽ ചേർന്ന് ഭക്തിമാർഗത്തിലും ജ്ഞാനമാർഗത്തിലും അസാമാന്യമായ അറിവ് സമ്പാദിച്ചു പേരെടുത്തു. അമ്മയുടെ മരണശേഷമാണ് അദ്ദേഹം സന്യാസാശ്രമത്തിൽ ചേർന്നതായി കരുതപ്പെടുന്നത്. ഇതിനിടയിൽ വിഭാര്യനായ അദ്ദേഹത്തിൻ്റെ പിതാവിന് ഒരു സന്യാസിയാകാനുള്ള താല്പര്യം ജനിച്ചു. 16 വർഷങ്ങൾക്ക് ശേഷം മാഗ്നസ് അവ്ഗ്നോയിലെ ബിഷപ്പായി വാഴിക്കപ്പെട്ടു. ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഇതിനോടകം തന്നെ ചിരകാലമായി ഒരു വൈദികനായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരുന്ന സ്വന്തം മകനെ പൊതുഭരണ ചുമതലയിൽ സഹായ മെത്രാനായി വാഴിക്കാനുള്ള അസുലഭ സൗഭാഗ്യവും ആ പിതാവിന് ലഭിച്ചു. അങ്ങനെ പിതാവ് പ്രധാന മെത്രാനായും മകൻ സഹായമെത്രാനായും സേവനം ചെയ്തു. 10 വർഷങ്ങൾക്ക് ശേഷം പിതാവിൻ്റെ പിൻഗാമിയായി ഉയർത്തപ്പെട്ട വിശുദ്ധ അഗ്രിക്കോളസ് സുവിശേഷ പ്രഘോഷണത്തിലും സാധുജന സംരക്ഷണത്തിലും പ്രസിദ്ധനായി തീർന്നു. വിശുദ്ധന്മാരായ ജോർജ്, എസേഷ്യസ്, അന്ത്യോക്യയിലെ മാർഗരറ്റ് എന്നിവരെ പോലെ ഒരു വ്യാളിയോടൊപ്പം അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത് പിശാചിനെതിരെ പടവെട്ടിയതുകൊണ്ടാണ്. ഈ പോരാട്ടത്തിൽ അദ്ദേഹം വിജയിച്ചത് ബലഹീനമായ സ്വന്തം മാനുഷിക ഇച്ഛാശക്തി കൊണ്ടല്ല, മറിച്ച് ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ കുരിശുരൂപവും പ്രാർത്ഥനയും ഉപവാസവും അചഞ്ചലമായ വിശ്വാസവുമായ പടച്ചട്ടയുടെ സംരക്ഷണത്തിലാണ്. അവ്ഗ്നോയിനിലെ ബിഷപ്പ് എന്ന നിലയിൽ വിശുദ്ധ അഗ്രിക്കോളസ് തൻ്റെ ആടുകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പുണ്യവാനായ ഇടയശ്രേഷ്ഠനായിരുന്നു. 1647 വിശുദ്ധ അഗ്രിക്കോളസ് അവ്ഗ്നോനിൻ്റെ മധ്യസ്ഥനായി പ്രഖ്യാപിക്കപ്പെട്ടു.